സൈഡ് ഡ്രോപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലാസ് 7 സയൻസിന്റെ മെഷർമെന്റ് ഓഫ് ടൈം ആൻഡ് മോഷൻ എന്ന ചാപ്റ്റർ ആയിരുന്നു നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന്റെ തേർഡ് പാർട്ടാണ്. ആദ്യത്തെ 2 പാർട്ടും കണ്ടിട്ട് വേണം തേർഡ് പാർട്ട് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ ടൈമിനെ കുറിച്ചൊക്കെ പഠിച്ചു. പഴയ കാലത്ത് യൂസ് ചെയ്യുന്ന ടൈം കണ്ടെത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെ നമ്മൾ സിമ്പിൾ പെൻഡുലം എന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം നമ്മൾ പഠിച്ചു. നമ്മളിപ്പോൾ എവിടെയാണ് പഠിച്ചു നിർത്തിയത്? നമ്മൾ സ്പീഡ് വരെയാണ് പഠിച്ചു നിർത്തിയത്. അപ്പോൾ എല്ലാവർക്കും എന്താണ് സ്ലോ അല്ലെങ്കിൽ ഫാസ്റ്റ് എന്താണെന്ന് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ സ്പീഡ് എന്താണെന്ന് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ സ്പീഡാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ എന്താണ് സ്പീഡ്? നമ്മളിപ്പോൾ വണ്ടിയിലിരുന്നാൽ ഒന്ന് സ്പീഡിൽ പോകണം, അല്ലെങ്കിൽ സ്പീഡിൽ പോയാലേ കാര്യം നടക്കുള്ളൂ, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 ഡിസ്റ്റൻസ് കമ്പയർ ചെയ്യാമെന്ന് വിചാരിക്കാം. ബൈ കമ്പയറിംഗ് ദ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ 2 or more objects in the unit time, it is found out which of them is moving faster. ഏതാണ് ഫാസ്റ്റർ ആയിട്ട് മൂവ് ചെയ്യുന്നത്? അവർക്കായിരിക്കും എന്ത് സ്പീഡ് ഉണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾ 2 പേര്, നിങ്ങളുടെ ഫ്രണ്ട്സ് 2 അല്ലെങ്കിൽ 3 പേര് തമ്മിൽ ഒരു റേസ് പങ്കെടുക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ റേസിൽ ഞാൻ പറയുന്നു 1 അവർ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 30 മിനിറ്റ്സ് ഞാൻ തരികയാണ്. ആ 30 മിനിറ്റ്സിനുള്ളിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തതെന്ന് നോക്കും. ക്ലിയർ? മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്താണ് മിനിറ്റ്? 30 മിനിറ്റ്സ്. 2 പേർക്കും എന്താണ് 30 മിനിറ്റ്സ് തന്നു. അപ്പോൾ 30 മിനിറ്റ്സ് തന്നപ്പോഴത്തേക്കും ആരാണ് കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത്? ആരാണ് ഇപ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നത്? അവർക്കായിരിക്കും എന്ത് കൂടുതൽ? അവരായിരിക്കും വളരെ ഫാസ്റ്റർ. അവർക്കായിരിക്കും എന്ത് കൂടുതൽ? സ്പീഡ് കൂടുതൽ എന്ന് പറയുന്നു. ക്ലിയർ ആയോ പറയുന്നത്? അതായത് ഒരു യൂണിറ്റ് ഓഫ് ടൈം എടുക്കുകയാണ്. അത് ഒരു 1 സെക്കൻഡ് ആവാം, 1 മിനിറ്റ് ആവാം, 1 അവർ ആവാം. ഒരു യൂണിറ്റ് ടൈം, നിങ്ങൾ തന്നെ ഒരു യൂണിറ്റ് ടൈം, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിൽ ആരാണോ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്തത് അവർക്കായിരിക്കും എന്ത് കൂടുതൽ? സ്പീഡ് കൂടുതൽ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ നമുക്ക് നോക്കാം. ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഇൻ എ യൂണിറ്റ് ടൈം ആസ് ദ സ്പീഡ് ഓഫ് ദ ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ. അപ്പൊ ഹൗ ക്യാൻ വി ഡിറ്റർമൈൻ സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ്? ഒരു ഒബ്ജക്റ്റിന്റെ സ്പീഡ് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്കിത് വെച്ചിട്ടുള്ള പ്രോബ്ലം ഒക്കെ ചോദിക്കും കേട്ടോ. വളരെ സിമ്പിൾ ആണ്. ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇഫ് വി നോ ദ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ഒബ്ജക്റ്റ് ആൻഡ് ടൈം ടേക്കൺ ടു കവർ ഇറ്റ്. എന്തൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം അതിനകത്ത്? നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് അവർ കവർ ചെയ്ത ഒരു ടോട്ടൽ ഡിസ്റ്റൻസ് എന്താണെന്ന് അറിയണം. അതുപോലെ തന്നെ എത്ര ടൈമിലാണ് അത് കവർ ചെയ്തതെന്ന് അറിഞ്ഞാൽ ആ ആളുടെ സ്പീഡ് നമുക്ക് വളരെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ടോ? ദ സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ടൈം ടേക്കൺ ടു കവർ ഇറ്റ്. ക്ലിയർ? ഈ സെന്റൻസ് ഓർത്തിരിക്കുക. ദ സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ടൈം ടേക്കൺ ടു കവർ ഇറ്റ്. ആ ഡിസ്റ്റൻസ് എത്രയാണോ കവർ ചെയ്തത്, അവർ ഇവിടം തൊട്ട് 2 പേര് ഓടി, അതിലൊരാൾ ഇവിടുന്ന് ഇവിടം വരെ ഓടി, ഒരാൾ ഇവിടുന്ന് ഇവിടം വരെ ഓടി. ആ ടൈം എടുക്കുക. എത്ര ഡിസ്റ്റൻസ് ആണ് ഒരാൾ കവർ ചെയ്തത്, അത് നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരാളുടെ സ്പീഡ് എന്താണെന്ന് കിട്ടും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഈ ഇക്വേഷൻ ഇപ്പൊ തന്നെ എൻ്റെ കൂടെ പഠിച്ചു വെക്കുക. വളരെ ഡെഫിനിഷൻ പോലെ തന്നെയല്ലേ. ഇപ്പോൾ സ്പീഡ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് തന്നെ എഴുതിയാൽ മതി. ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ടൈം ടേക്കൺ. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. നമുക്കിനി നമുക്ക് അതിന്റെ യൂണിറ്റ് എന്താണെന്ന് അറിയണം. സ്പീഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ള ഇക്വേഷൻ കിട്ടി. ഇനി യൂണിറ്റ് വേണം. നമുക്ക് ഫിസിക്സ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും നമ്മൾ പ്രോബ്ലം ചെയ്ത് അതിന്റെ കൂടെ അതിന്റെ യൂണിറ്റ് കറക്റ്റായിട്ട് ആൻസറിൽ എഴുതിയാൽ മാത്രമേ നമുക്ക് അതിന്റെ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ യൂണിറ്റ് എന്തായാലും എല്ലാവരും പഠിച്ചിരിക്കുക.
ഓക്കെ. അപ്പൊ എസ് ഐ യൂണിറ്റ്സ് ആണ് നമ്മൾ ഇപ്പൊ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ എസ് ഐ യൂണിറ്റ് ഓഫ് ലെങ്ത് ആൻഡ് ടൈം. നിങ്ങൾക്ക് അറിയാമല്ലോ, ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, അതൊരു ലെങ്ത് ആണ് അല്ലേ സൂചിപ്പിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഇവിടം വരെ പോയി എന്ന് പറയുന്നത് ഒരു ലെങ്ത് ആണ്. അപ്പൊ ലെങ്ത്തിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ്? ലെങ്ത്തിന്റെ എസ് ഐ യൂണിറ്റ് നിങ്ങൾക്ക് അറിയാം എന്താണ്, മീറ്റർ ആണെന്ന് അറിയാം. ഇനി ടൈമിന്റെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്താണ് ടൈമിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത്? സെക്കൻഡ് ആണ് അല്ലെ. അപ്പൊ എന്തായിരിക്കും സ്പീഡിൻ്റെത്? മുകളിലെ മീറ്റർ ആണ്, താഴെ സെക്കൻഡ് ആണ്. അപ്പൊ എന്ത് പറയും? മീറ്റർ പെർ സെക്കൻഡ്. ഇനി നമുക്കത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? മീറ്റർ സ്മോൾ എം എന്ന് കൊടുക്കാം, സെക്കൻഡിന് സ്മോൾ എസ് ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്കിത് എഴുതാം? മീറ്റർ പെർ സെക്കൻഡ് എം പെർ സെക്കൻഡ് എന്ന് എഴുതാം, എസ് എഴുതാം. ക്ലിയർ ആയല്ലോ? ഇനി ഇത് എസ് ഐ യൂണിറ്റ്. ഇനി സ്പീഡിനെ നമുക്ക് മറ്റൊരു യൂണിറ്റ് വെച്ചും എക്സ്പ്രസ് ചെയ്യാം. നിങ്ങൾക്ക് അറിയാം, ഇഫ് വി എക്സ്പ്രസ് ദ ഡിസ്റ്റൻസ് ഇൻ കിലോമീറ്റർ, നമ്മൾ ഒരു എവിടെ നിന്ന് ഇവിടം വരെ പോകണം, ഇത്ര കിലോമീറ്റർ ആണെന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആ ഡിസ്റ്റൻസ് നമ്മൾ ഏത് രീതിയിലാണ് പറയുന്നത്? കിലോമീറ്റർ എന്ന ആ ഒരു യൂണിറ്റിലാണ് പറയുന്നത്. അപ്പോൾ കിലോമീറ്റർ ആകും. മുകളിൽ എന്തായി? കിലോമീറ്റർ ആയി. ഇനി ടൈമിനെ നമുക്ക് വലിയ കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ വളരെ ലോങ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ ടൈം എന്തായിരിക്കും? അത്ര തന്നെ വലിയ ടൈം ആയിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ അവർ ആയിരിക്കും അല്ലേ കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ ടൈം ഇൻ അവർ എന്ന് പറയുമ്പോൾ എച്ച് അല്ലേ, സ്മോൾ എച്ച്. അപ്പോൾ യൂണിറ്റ് ഓഫ് സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? കിലോമീറ്റർ പെർ അവർ എക്സ്പ്രസ്ഡ് ഇൻ km പെർ എച്ച്. ക്ലിയർ ആയല്ലോ? അപ്പോൾ അതും പഠിച്ചു വെക്കാം. ഇപ്പോൾ എസ് ഐ യൂണിറ്റ് ഓഫ് സ്പീഡ് ചോദിച്ചാൽ മീറ്റർ പെർ സെക്കൻഡ്. പിന്നെ നമ്മൾ സ്പീഡിനെ നമ്മൾ പിന്നെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ആ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? കിലോമീറ്റർ പെർ അവർ എന്നാണ്. ക്ലിയർ? അപ്പോൾ അത് രണ്ടും പഠിച്ചു വെക്കുക. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഈ ഒരു സ്പീഡ് കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലം ആണ്. ക്ലിയർ? അപ്പോൾ നമുക്ക് ആ ഒരു പ്രോബ്ലം നോക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് നോക്കിയാൽ വളരെ ഈസിയുമാണ്. The school is 3.6 kilometers from her house. It took her 15 minutes to reach her school riding on her bicycle. Calculate the speed of bicycle in meter per second. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം എന്തൊക്കെ തന്നിട്ടുണ്ട് എന്ന് നോക്കാം. ക്ലിയർ? നോക്കിക്കേ, ഈ ഒരു പിക്ചർ നോക്കിക്കേ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സ്വാതിയുടെ സ്കൂളും അതുപോലെ തന്നെ വീടും തമ്മിൽ 3.6 കിലോമീറ്റർ ദൂരം ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഡിസ്റ്റൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്, ഈ 3.6 കിലോമീറ്റർ എന്ന്. കിലോമീറ്റർ കാണുമ്പോഴേ നമുക്കറിയാം അത് ഡിസ്റ്റൻസ് ആണ് അല്ലെ. കിലോമീറ്റർ എന്താണ് തന്നിരിക്കുമ്പോഴേ അറിയാം അത് എന്താണ്, ഡിസ്റ്റൻസ് ആണ് എന്ന് നമുക്കറിയാം. പിന്നെ നമ്മളോട് എന്താണ് പറഞ്ഞത്? ഇറ്റ് ടുക്ക് ഹർ 15 മിനിറ്റ് ടു റീച്ച് ഹർ സ്കൂൾ റൈഡിങ് ഓൺ ഹർ ബൈസൈക്കിൾ. അവള് സൈക്കിളിലാണ് പോകുന്നത്. അപ്പൊ ഈ ഒരു 3.6 കിലോമീറ്റർ കവർ ചെയ്യാൻ അവൾ എത്ര മിനിറ്റ് എടുത്തു എന്നാണ് പറയുന്നത്? 15 മിനിറ്റ്സ് എടുത്തു എന്നാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് എന്തൊക്കെ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്? കിലോമീറ്റർ, അതായത് ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്, നമുക്ക് ടൈമും തന്നിട്ടുണ്ട്. പിന്നെ നമ്മളോട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദ സ്പീഡ്. കാൽക്കുലേറ്റ് ദ സ്പീഡ് എന്ന് മാത്രമാണോ ചോദിച്ചിരിക്കുന്നത്? അല്ല, ഇൻ മീറ്റർ പെർ സെക്കൻഡ്. ഈ സൈക്കിളിന്റെ സ്പീഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഇൻ മീറ്റർ പെർ സെക്കൻഡ് എന്ന് അതെന്താണ് അവിടെ എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമുക്ക് തന്നിരിക്കുന്ന ഡിസ്റ്റൻസ് കിലോമീറ്ററിലാണ്, നമുക്ക് തന്നിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് മിനിറ്റിലാണ്. അപ്പൊ നമുക്ക് ആൻസർ എന്തിൽ വേണം? സ്പീഡ് മീറ്റർ പെർ സെക്കൻഡിൽ വേണം. ഇപ്പൊ യൂണിറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ അത് നിങ്ങൾ കൺഫ്യൂഷൻ ആവുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആദ്യമേ അതിന്റെ ഇക്വേഷൻ അങ്ങ് എഴുതി വെച്ചേക്കണം. നമ്മൾ എന്താണ്? സ്പീഡാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് സ്പീഡ് ഓഫ് ബൈസൈക്കിൾ എന്നത് എന്താണ്? ഡിസ്റ്റൻസ് കവേർഡ് ഡിവൈഡ് ബൈ ടൈം ടേക്കൺ എന്ന് പറഞ്ഞ ഒരു കോളവും വരച്ചിട്ട് നിങ്ങൾ അങ്ങനെ തന്നെ ഫസ്റ്റ് തന്നെ എഴുതി വെക്കാം. ഓക്കെ. അപ്പോൾ കാണുന്ന ടീച്ചേഴ്സിന് തന്നെ മനസ്സിലാവും ഈ കുട്ടിക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായി, എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് ഓക്കെ ആവും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അറിയാം എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന്. അതും വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. ഡിസ്റ്റൻസ് കവർ 3.6 കിലോമീറ്റർ, ടൈം ടേക്കൺ എന്താണ്? 15 മിനിറ്റ്സ് എന്ന് നിങ്ങൾക്ക് എഴുതാം. അപ്പൊ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇവരെ ഒന്ന് കൺവേർട്ട് ചെയ്യണം. എന്തിനെ? ഈ ഒരു കിലോമീറ്ററിനെ നമുക്ക് മീറ്ററിലോട്ടും ആക്കണം, ഈ ഒരു 15 മിനിറ്റിനെ നമുക്ക് സെക്കൻഡിലോട്ടും ആക്കണം. അതാണ് നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത്. നോക്കിക്കേ, എങ്ങനെയാണ് നമ്മൾ യൂണിറ്റ് കൺവേർട്ട് ചെയ്യുന്നത്? രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് യൂണിറ്റ് കൺവേർട്ട് ചെയ്യാനാണ്. ഓക്കെ. ഇത് കൺവേർട്ട് യൂണിറ്റ്സ് എന്നൊന്നും എഴുതണമെന്നില്ല കേട്ടോ. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3.6 കിലോമീറ്റർ എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചു വെക്കണം. എന്താ നിങ്ങൾക്ക് അറിയാം? ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1000 മീറ്റർ ആണെന്ന് നമുക്കറിയാം. അറിയാവോ നിങ്ങൾക്ക്? അപ്പോൾ പഠിച്ചിരുന്നോളൂ, ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്. അതായത് ഇപ്പൊ നമ്മൾ
ഒരു രൂപ എന്ന് പറയുമ്പോൾ നമ്മൾ പറയത്തില്ലേ 100 പൈസ ചേർന്നതാണ് ഒരു രൂപ എന്ന് പറയില്ലേ, അതുപോലെയാണ് 1000 മീറ്റർ ചേർന്നതാണ് 1 കിലോമീറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണെങ്കിൽ 3.6 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 3.6 ഇൻറ്റു 1000 ആയിരിക്കും. ഇനി ഇതൊന്നും ഓർത്തില്ലെങ്കിൽ നിങ്ങളൊരു ലെക്ചർ നോട്ട് പോലെ എഴുതി വെക്കുക, കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന്. ക്ലിയർ? ഓക്കെ, അങ്ങനെ തന്നെ പഠിച്ചിരുന്നു. ഓക്കെ, അപ്പൊ ഇനി നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ്. നമ്മൾ ഡെസിമൽ 3.6 ആണ് വരുന്നത്. ഇപ്പൊ 36 ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 3 സീറോസ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി എന്നറിയാം അല്ലേ. പക്ഷെ ഇവിടെ ഒരു ഡെസിമൽ വന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഡെസിമൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 ആയിരുന്നെങ്കിൽ എന്താണ്? ഒരു പോയിന്റ് റൈറ്റിലോട്ട് പോകും, ഒരാളെ മാറ്റിയിട്ട് റൈറ്റിലോട്ട് പോകും. ഇവിടെ 3 സീറോ ഉണ്ടല്ലേ, 1000 ആണല്ലേ. അപ്പൊ എത്ര ആളെ ഈ ഡെസിമൽ എങ്ങോട്ട് പോകും? 3 പ്രാവശ്യമായിട്ട് ഇങ്ങോട്ട് പോകും. ക്ലിയർ? അപ്പോൾ 1 ഇങ്ങോട്ട് പോയി, പിന്നെ 2 സീറോസ് നമ്മൾ ഇട്ട് കൊടുത്തു. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ജസ്റ്റ് ഓർത്തിരിക്കാനാണ്, മറന്നു പോയിട്ടുണ്ടെങ്കിൽ. നിങ്ങൾക്ക് അറിയാം എനിക്ക് എങ്ങനെയാണ് ഡെസിമലൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന്. ജസ്റ്റ് അപ്പം എങ്ങനെയാണ് ഈ പോയിന്റ് ഇവിടെ നിന്ന് പോയത്? നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? 3600 മീറ്റേഴ്സിന് കിട്ടി. ക്ലിയർ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പേടിക്കാനില്ലല്ലോ, നമ്മുടെ ആ ഒരു മീറ്ററിലേക്ക് അത് വന്നു. ഇനി നമുക്ക് ഒരു കുഴപ്പമില്ല, ഡിസ്റ്റൻസ് നമ്മൾ കൺവേർട്ട് ചെയ്തു. ഇനി ടൈം എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? ടൈം എന്താണ്? 15 മിനിറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇവിടെ 15 മിനിറ്റ്. ഇനി എങ്ങനെയാണ് അതിനെ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്? 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യണം? 15 ഇൻറ്റു 60. ക്ലിയർ? അപ്പോൾ എഴുതി വെക്കുക. ഇനി ഇതൊന്നും ഓർമ്മയില്ലെങ്കിൽ എഴുതി വെക്കുക. മിനിറ്റിനെ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ആ മിനിറ്റിനെ എന്ത് ചെയ്യണം? 60 കൊണ്ട് 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് 900 സെക്കൻഡ്സ് എന്ന് കിട്ടി. അപ്പൊ നമുക്ക് കറക്റ്റ് ആ ഒരു നമ്മളോട് ചോദിച്ച ഫോമിലേക്ക് ആ 2 ഡിസ്റ്റൻസും ടൈമും എത്തിയിരിക്കുന്നു. ഇനി ഡയറക്റ്റ് അതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ പോരെ? ഇനി നമുക്ക് ആൻസർ കിട്ടില്ലേ സ്പീഡിന്റെ ഇക്വേഷനിനകത്തോട്ട്? ഓക്കെ, അപ്പൊ അത്ര വളരെ സിമ്പിൾ ആണ്. നമുക്ക് അടുത്ത് ചെയ്യാം. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ് അല്ലെ. നമുക്കറിയാം ഇക്വേഷൻ, നമുക്കറിയാം ഡിസ്റ്റൻസ് കവേർഡ് ബൈ ടൈം ടേക്കൺ ആണ്. ഇനി ഈ ഡിസ്റ്റൻസ് ഈ 3.6 എന്നാണോ എഴുതേണ്ടത്? അല്ല അല്ലെ, നമ്മൾ കൺവേർട്ട് ചെയ്ത ഈ വാല്യൂ ആണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, 3600 എന്ന വാല്യൂ ആണ് എഴുതേണ്ടത്. അതുപോലെ 900 സെക്കൻഡ് എന്നാണ് എഴുതേണ്ടത്. അപ്പൊ ഈ 2 സീറോയും ക്യാൻസൽ ആയിട്ട് പോകും. പിന്നെ 36/9 എന്ന് പറയുന്നത് എന്താണ്? 4 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നമുക്ക് അങ്ങനെ ആൻസർ കിട്ടും. അപ്പൊ സ്പീഡ് ഓഫ് ബൈസൈക്കിൾ എന്ന് പറഞ്ഞ് എഴുതുക 4 മീറ്റർ പെർ സെക്കൻഡ്. വളരെ എളുപ്പമല്ലേ? ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നാൽ വളരെ എളുപ്പത്തിൽ എഴുതണം. നമ്മുടെ ടെക്സ്റ്റിൽ ഇതിൽ ഈ നേരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. ഇതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയത്. അപ്പൊ ഇനി ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാമല്ലോ അല്ലേ, എളുപ്പമല്ലേ? ഒന്നുകിൽ നമ്മൾ മനസ്സിൽ ഇതുപോലെ ഒരു പിക്ചറൈസേഷൻ ഇങ്ങനെ പോകുന്നു, ആ ഡിസ്റ്റൻസ് എന്താണ്, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ആദ്യം തന്നെ എന്തൊക്കെ തന്നിരിക്കുന്നു എന്ന് എഴുതി വെക്കുക. ആദ്യം നമ്മൾ ഓർക്കുക, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ആ ഇക്വേഷൻ എഴുതുക. രണ്ടാമത് നമ്മൾ തന്നിരിക്കുന്ന വാല്യൂസ് എഴുതുക. അത് കൺവേർട്ട് ചെയ്യണമെങ്കിൽ കൺവേർട്ട് ചെയ്ത് എഴുതുക. പിന്നെ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇങ്ങനെ 3 സ്റ്റെപ്പിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ക്ലിയർ? നമുക്കിനി ഒരു ആക്ടിവിറ്റിയും കൂടെ ചെയ്ത് നോക്കാം. ഒരു ട്രെയിനിൻ്റെ സ്പീഡ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാം. ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ ഒരു ട്രെയിനിൻ്റെ ടൈമും അതിൻ്റെ അത് കവർ ചെയ്ത ഡിസ്റ്റൻസും തന്നിട്ട് സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ജസ്റ്റ് ഈ ഒരു ആക്ടിവിറ്റി ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെയാണ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത് റെയിൽവേ ടൈം ടേബിൾ എടുക്കുക. ഇന്റർനെറ്റിൽ നിന്ന് ഒരു റെയിൽവേ ടൈം ടേബിൾ എടുക്കുക. നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേഷനും കൂടെ എടുക്കുക. എന്നിട്ട് അത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, നിങ്ങൾ നിൽക്കുന്ന സ്ഥലവും ആ ഒരു സ്റ്റേഷനും തമ്മിലുള്ള നെക്സ്റ്റ് സ്റ്റേഷനും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് എത്രയാണെന്ന് ആ ടൈം ടേബിളിലുണ്ട്. അതുപോലെ തന്നെ ആ ടൈം ടേബിൾ എന്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും? ട്രെയിൻ ഡിപ്പാർട്ട് ചെയ്യുന്ന അല്ലേ, ട്രെയിൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമും കാണും, ട്രെയിൻ ആ സ്റ്റേഷനിൽ എത്തുന്ന ടൈമും കാണും. നിങ്ങൾക്ക് ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? ചെയ്തവർക്ക് ഈസി ആയിട്ട് ഇത് മനസ്സിലാകും. ക്ലിയർ? അപ്പോൾ ആ ഒരു ടൈം ടേബിളിനകത്ത് ഇതെല്ലാം കാണും നമുക്ക്. പക്ഷെ നമുക്ക് എങ്ങനെയാണ് ഒരു ഡിസ്റ്റൻസ്, ഇപ്പം ഞാൻ ഇവിടെ നിന്ന്
ഇവിടം വരെ പോകുന്ന ആ ഒരു ഡിസ്റ്റൻസ്, ഇതൊരു സ്റ്റേഷൻ, ഇതൊരു മറ്റൊരു സ്റ്റേഷൻ. ഈ ഇവിടം വരെയുള്ള ആ ഒരു ടൈം നിങ്ങൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നമുക്ക് ആകെ തരുന്നത് ഈ സ്റ്റാർട്ടിംഗ് ടൈമും എൻഡിങ് ടൈമും ആണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ ഇത് എത്ര കവർ ചെയ്യുന്നു എന്നുള്ള ഒരു ടൈം നമുക്ക് കിട്ടും അല്ലേ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അത് എടുക്കുന്നത്. ഫൈൻഡ് ദ ഡിഫറൻസ് ടു കാൽക്കുലേറ്റ് ദ ടൈം ടേക്കൺ ബൈ ദ ട്രെയിൻ ടു കവർ ദ ഡിസ്റ്റൻസ് ടിൽ ദ നെക്സ്റ്റ് സ്റ്റേഷൻ. ക്ലിയർ ആയല്ലോ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ 2 എക്സാമ്പിൾസ് തരാം. ഓക്കെ, ഇതാ നോക്കിക്കോ. നമ്മൾ 2 ട്രെയിൻ എടുത്തിട്ടുണ്ട്. ഒന്ന് ഒരു പാസഞ്ചർ ട്രെയിനാണ്, ഒന്നൊരു എക്സ്പ്രസ് ട്രെയിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, നെയിം ഓഫ് ദ നെക്സ്റ്റ് സ്റ്റേഷൻ ആദ്യത്തത് ഒരു എക്സ് എന്ന് കൊടുത്തു. ആ പാസഞ്ചറിന്റെ അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് എക്സ് ആണ്, നമ്മളുടെ ആ ഒരു സ്റ്റേഷനിൽ നിന്നും. ക്ലിയർ? ഓക്കെ, ഇനി അതിന്റെ ഡിസ്റ്റൻസ് എവിടെയാണ്? നമ്മുടെ സ്റ്റേഷനിൽ നിന്നും ആ നെക്സ്റ്റ് സ്റ്റേഷൻ വരെയുള്ള ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 40 കിലോമീറ്റർ ആണ്. കിലോമീറ്റർ എന്ന് പറയാൻ കാരണം നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്റ്റൻസ് ടിൽ ദ നെക്സ്റ്റ് സ്റ്റേഷൻ, ബ്രാക്കറ്റിൽ KM എന്ന് കൊടുത്തിരിക്കുന്നത് എന്താണ്? അവിടെ അത് റെപ്രസെന്റ് ചെയ്യേണ്ടത് കിലോമീറ്ററിലാണ്. അപ്പോൾ കിലോമീറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ടൈം ടേക്കൺ ടിൽ ദ നെക്സ്റ്റ് സ്റ്റേഷൻ, അത് അവർ എന്നാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അവറിലാണ് പറയേണ്ടത് അല്ലേ? അപ്പം നമുക്ക് കൺവേർട്ട് ചെയ്യാനൊക്കെ അറിയാമല്ലോ. ഓക്കെ, ഇവിടെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നമുക്ക് കറക്റ്റ് എത്ര അവർ കിട്ടി? 1 അവർ എന്ന് കിട്ടി. അതെങ്ങനെയാണ് കിട്ടുന്നത്? നമ്മൾ നിൽക്കുന്ന സ്റ്റേഷനിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേഷനിലെ ടൈമും, അതായത് വിടുന്ന ടൈമും ഡിപ്പാർച്ചർ എത്തുന്ന ടൈമും അറൈവൽ ചെയ്യുന്ന ടൈമും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ എടുക്കുന്നത്. ക്ലിയർ? ഇനി വളരെ എളുപ്പമാണ്. എന്താണ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ആണ് അല്ലേ? അപ്പോൾ 40/1 40 തന്നെ നമുക്ക് കിട്ടി. ഇവിടെ കിലോമീറ്റർ പെർ അവറിൽ തന്നെയാണ്, അതുകൊണ്ട് നമുക്ക് യാതൊരു രീതിയിലുള്ള കൺഫ്യൂഷൻസും ഇല്ല. ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഞാൻ അടുത്തൊരു എക്സ്പ്രസ് ട്രെയിൻ ആണ് എടുത്തത് കേട്ടോ. അപ്പോൾ എക്സ്പ്രസ് ട്രെയിൻ നെക്സ്റ്റ് സ്റ്റേഷൻ നിൽക്കുന്നത് Y എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ്. അപ്പോൾ നമ്മുടെ സ്റ്റേഷനിൽ നിന്നും ആ Yയിലോട്ട് വരാൻ 60 കിലോമീറ്റർ ആണ്. അപ്പോൾ അത് എടുത്തിരുന്ന ടൈം എന്താണ്? 1 അവറിനുള്ളിലാണ് എടുത്തത്. ക്ലിയർ? അപ്പോൾ ആ 1 അവർ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പീഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഡിസ്റ്റൻസ് ബൈ ടൈം. നമുക്ക് എത്ര കിട്ടി? 60 തന്നെ കിട്ടി. ക്ലിയർ ആയല്ലോ? ഇത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻ ഞാൻ കൊടുത്തത്. ഓക്കെ, ഇനി നമുക്ക് ഇത് രണ്ടും തമ്മിലൊന്ന് കമ്പയർ ചെയ്യണം. ഇത് രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഏത് ട്രെയിനാണ് ഫാസ്റ്റ്, ഏത് ട്രെയിനാണ് സ്ലോ? നമുക്കറിയാം അല്ലേ, ടൈം ഇവിടെ കോൺസ്റ്റന്റ് ആണ്. രണ്ടുപേരും 1 അവർ ആണ് എടുത്തിരിക്കുന്നത്. ആ 1 അവറിൽ പാസഞ്ചർ ആണെങ്കിൽ വെറും 40 കിലോമീറ്ററേ പോയിട്ടുള്ളൂ. എന്നാൽ എക്സ്പ്രസ് ട്രെയിൻ ആ 1 അവറിനുള്ളിൽ 60 കിലോമീറ്റർ ആണ് കവർ ചെയ്തത്. അപ്പോൾ ആരായിരിക്കും ഫാസ്റ്റ്? എക്സ്പ്രസ് ട്രെയിൻ ആണ്. ക്ലിയർ? അപ്പോൾ ഇതിൽ നിന്ന് എന്ത് നിങ്ങൾക്ക് മനസ്സിലായി? The train which has covered maximum distance in unit time is the fastest train. ദാറ്റ് ഈസ് വൺ വിത്ത് ഹയസ്റ്റ് സ്പീഡ്. എന്താണ് ഏറ്റവും ഹയസ്റ്റ് സ്പീഡ് എന്ന് പറയുന്നത്? എന്താണ്? അല്ലെങ്കിൽ ഫാസ്റ്റസ്റ്റ് ട്രെയിൻ ഏതാണെന്നാണ് പറയുന്നത്? ഒരു യൂണിറ്റ് ടൈമിൽ മാക്സിമം ഡിസ്റ്റൻസ്, ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ആരാണോ കവർ ചെയ്യുന്നത് അവരായിരിക്കും വളരെ ഫാസ്റ്റ്, അല്ലെങ്കിൽ അവർക്കായിരിക്കും ഹയസ്റ്റ് സ്പീഡ്. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി ഒരു ചെറിയൊരു പോർഷനും കൂടെ ഉള്ളൂ നമുക്ക്, അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് ഫുൾ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈം. എന്താണ് സ്പീഡും ഡിസ്റ്റൻസും ടൈമും തമ്മിലുള്ള ഒരു റിലേഷൻ എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം സ്പീഡ് എന്ന് പറഞ്ഞത് എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ ആണെന്ന് നമുക്കറിയാം അല്ലേ? ഈ ഒരു ഇക്വേഷനിലൂടെ നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റുന്നത് പോലെ തന്നെ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് ഒരു ഒബ്ജക്റ്റ് കവർ ചെയ്തത്, അല്ലെങ്കിൽ ടോട്ടൽ ടൈം എത്രയാണ് എന്ന് ചോദിച്ചാലും നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായോ? ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്ത് കണ്ടുപിടിക്കാൻ നമ്മളോട് പറയുകയാണെങ്കിൽ എന്താണ്? നമുക്ക് സ്പീഡും തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ടെങ്കിൽ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്ലിയർ? ഇനി മറിച്ച് നമുക്ക് ടൈമാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എങ്കിൽ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അതാ ഈ സ്പീഡ് ഇങ്ങോട്ടേക്ക് വരുന്നേ ഉള്ളൂ. എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ഡിവൈഡഡ് ബൈ സ്പീഡ് എന്ന് നമുക്ക് കിട്ടും. ഇനി നിങ്ങൾക്ക് മറന്നു പോകാതിരിക്കാൻ ദാ ഇതുപോലൊരു ട്രയാങ്കിൾ ഓർത്തിരുന്നാൽ മതി. ഈ ട്രയാങ്കിൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? മോളിൽ ഡി എന്ന് കൊടുത്തിരിക്കുന്നത് ഡിസ്റ്റൻസ് ആണ്, താഴെ എന്താണ്? എസ്. അത് എന്താണ്? അത് നമ്മുടെ സ്പീഡാണ്. അതുപോലെ തന്നെ ടി ടൈം ആണ്. ഇപ്പം നമുക്ക് ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത് എങ്കിൽ എന്താണ്? താഴത്തെ രണ്ടുപേരും ഒരുമിച്ചല്ലേ കിടക്കുന്നത്, അതെന്താണ്? എസ് ഇൻറ്റു ടി, അതായത് സ്പീഡ് ഇൻറ്റു ടൈം ആണെന്ന് ഓർത്തിരിക്കുക.
ഇനി നമുക്ക് എന്താണ് സ്പീഡാണ് കാണുന്നതെങ്കിൽ നമ്മൾ എന്താണ് ആ സ്പീഡിനെ അവിടെ മറിച്ച് നോക്കിയാൽ d/t അല്ലേ കിടക്കുന്നത്, അതായത് ഡിസ്റ്റൻസ് ബൈ ടൈം. ഇനി ടൈം ആണെങ്കിൽ അതെങ്ങനെയാണ് കിടക്കുന്നത്, d/s എന്നാണ് കിടക്കുന്നത് അല്ലേ. അപ്പൊ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഈ ഒരു ട്രയാങ്കിൾ ഓർത്തിരുന്നാൽ മതി. ക്ലിയർ? ഇനി നമുക്ക് അത് വെച്ചുള്ള ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. രാഘവ് ഈസ് ഗോയിങ് ടു എ നെയ്ബറിംഗ് സിറ്റി ഇൻ എ ബസ് മൂവിങ് അറ്റ് എ സ്പീഡ് 50 കിലോമീറ്റർ പെർ അവർ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്താണ് തന്നിരിക്കുന്നത്, സ്പീഡ് തന്നിട്ടുണ്ട്. ഇഫ് ഇറ്റ് ടേക്സ് him 2 hours to reach that city, how far is that city? ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്, അത് നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിക്കണം. ഹൗ ഫാർ ഈസ് ദാറ്റ് സിറ്റി എന്ന് ചോദിച്ചാൽ ഫാർ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ? അപ്പൊ എന്തൊക്കെ തന്നിട്ടുണ്ട്, സ്പീഡ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് 2 hours എന്ന ടൈമും തന്നിട്ടുണ്ട്. ക്ലിയർ? ഇനി നമുക്ക് ആ ട്രയാങ്കിൾ ഓർത്ത് നോക്കാം. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, സ്പീഡ് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്, ഡിസ്റ്റൻസ് ആണ്. അപ്പൊ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഡിസ്റ്റൻസ് ആണെങ്കിൽ സ്പീഡ് ഇൻറ്റു ടൈം എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ്. ക്ലിയർ? ഇനി വളരെ ഈസി ആയിട്ട് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. സ്പീഡ് കിലോമീറ്റർ പെർ അവർ ആണ്, ഇത് 2 hours ആണ്. അവേഴ്സ് ക്യാൻസൽ ചെയ്ത് പോയാൽ ലാസ്റ്റ് നമുക്ക് ഡിസ്റ്റൻസ് എത്ര കിട്ടും, 100 കിലോമീറ്റർ എന്ന് കിട്ടും. യൂണിറ്റ് ആണ് കിലോമീറ്റർ. 50 × 2 100. ക്ലിയർ അല്ലേ, വളരെ സിമ്പിൾ അല്ലേ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. എ ട്രെയിൻ ഈസ് ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 90 കിലോമീറ്റർ പെർ അവർ. ഈ കിലോമീറ്റർ പെർ അവർ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്താണ്, അത് സ്പീഡാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതൊക്കെ അങ്ങ് എഴുതി വെക്കുക ആദ്യം തന്നെ. സ്പീഡ് 90 കിലോമീറ്റർ പെർ അവർ. ഹൗ മച്ച് ടൈം, ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്, ഹൗ മച്ച് ടൈം, എത്ര ടൈം എടുക്കുന്നുണ്ട്, വിൽ ഇറ്റ് ടേക്ക് ടു കവർ ദ ഡിസ്റ്റൻസ് 360 കിലോമീറ്റർ. ഇപ്പോൾ കിലോമീറ്റർ ഉണ്ട് അല്ലേ, ഡിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത് 360. ഇവിടെ നമുക്ക് ആ ഒരു ട്രയാങ്കിൾ വെച്ച് നോക്കിയാൽ നമുക്കറിയാം, നമുക്ക് ഡിസ്റ്റൻസ് 360 കിലോമീറ്ററും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സ്പീഡ് തന്നിട്ടുണ്ട് 90 കിലോമീറ്റർ പെർ അവർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ടൈം ആണ്. ടൈം ആകുമ്പോൾ എന്താണ് ഇക്വേഷൻ വരുന്നത്, ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ക്ലിയർ ആവുന്നുണ്ടോ? ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചില്ലെങ്കിലും നമ്മുടെ ഈ ട്രയാങ്കിൾ കാണാൻ പഠിച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആൻസർ എഴുതാൻ പറ്റും. ഇനി നമ്മൾ അതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് 4 hours എന്ന് കിട്ടി. വളരെ എളുപ്പമല്ലേ. ഇനി ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ തന്നെ എഴുതുമല്ലോ. ഇത്രയും നേരം നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് സ്പീഡൊക്കെ കണ്ട് അല്ലെ, ഒരുപാട് എക്സാമ്പിൾ നമ്മൾ ചെയ്തു അല്ലേ. അപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, നമ്മളിപ്പോൾ ഒരു ബസ്സിലിരിക്കുന്നു അല്ലെങ്കിൽ കാറിലിരിക്കുന്നു, എപ്പോഴും അത് ഒരേ സ്പീഡിലായിരിക്കുമോ ഈ പോകുന്നത്? അല്ല, ചില സമയത്ത് സ്പീഡ് കൂട്ടും, ചില സമയത്ത് സ്പീഡ് കുറയ്ക്കും അല്ലേ. അപ്പോൾ ഒരു ഒബ്ജക്ട് മൈറ്റ് നോട്ട് ഹാവ് ട്രാവൽഡ് വിത്ത് ദ സെയിം സ്പീഡ് ഡ്യൂറിങ് ദ എൻറ്റയർ ഡ്യൂറേഷൻ ഓഫ് ടൈം. അപ്പൊ നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്തത് ഇതിൻ്റെയൊക്കെ ഒരു ആവറേജ് സ്പീഡാണ്. മനസ്സിലായോ? ഒരു ആവറേജ് സ്പീഡ് എത്ര ആയിരിക്കും എന്നാണ് നമ്മളിപ്പോൾ ഈ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയത്. പക്ഷെ നമ്മുടെ ബുക്കിൽ ആവറേജ് സ്പീഡിനെ എന്താണ് പറയുന്നത്, സ്പീഡ് എന്ന് തന്നെയാണ് പറയുന്നത്. ക്ലിയർ? അപ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്, ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ എന്താണ് ആവറേജ് സ്പീഡാണ്. നമ്മൾ ഒരുപാട് ടൈം ആയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇന്ന് ഇവിടെ വെച്ച് നിർത്താം. അടുത്തതിന് ഒരു കുറച്ച് പോർഷൻസും കൂടെ ഉള്ളൂ, പിന്നെ ഒരു സമ്മറി പോയിന്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്